ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം. ഇവിടെ പലയിനം കൃഷികളുണ്ട്. അതായത് വാഴയുണ്ട്, കപ്പുണ്ട്, പിന്നെ പച്ചക്കറികൾ, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഏറെക്കുറെയൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് വിപണിയിൽ കൊണ്ടുപോയി കൊടുക്കാറുമുണ്ട്. തൊട്ടടുത്തുള്ള കടകളിൽ, മാർക്കറ്റുകളിൽ ഇതൊക്കെ എത്തിച്ച് കൊടുക്കാറുണ്ട്. കൂടുതലായിട്ട് നമ്മളെ ആവശ്യങ്ങൾക്ക്, എൻ്റെ വീട്ടാവശ്യങ്ങൾ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. പരിചയമില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷിക്കാരനുമാണ്, ഒരു കമ്പ്യൂട്ടർ സർവീസറാണ്. അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇടവേളയായിട്ട് മരച്ചീനി കൃഷി കുറേ പറിച്ചു കൊണ്ടുപോയി അല്ലേ? മരച്ചീനി ഉണ്ട്, വാഴ ഉണ്ട്, അതിൻ്റെ കവുങ്ങ് ഉണ്ട്, ചെറിയ സാമ്പത്തിക സഹായങ്ങൾ പഞ്ചായത്തിന് കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ റിച്ചാണ് ചെയ്യണതാണ്. ഇപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇടവേളയായിട്ട് കുറേ എണ്ണം പറിച്ചു. കുറേ പറിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ അപ്പം മുന്നേ ഉണ്ട് കൃഷി. അതെ, ഒരുപാട് വർഷം. ഇത് നിങ്ങളെ സ്ഥലം തന്നെ അല്ലേ? സ്വന്തം സ്ഥലം. സ്വന്തം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സർവീസുകളും കൂടിയാണ്, കൃഷിക്കാരനും കൂടിയാണ്, അങ്ങനെയും പറയാമല്ലേ? നമുക്കിനി അപ്പോൾ ഇനി കപ്പൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാം. ഏതായാലും നമ്മളെ ഫ്രണ്ട് കണ്ണൂരിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ അവൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. ഇനി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയേണ്ട ഒരു ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം പാടത്തുള്ള ചേറും ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇനി നമ്മളത് കട്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പരെ പേര് വരുന്നത് ഷമീത്ത് അമീർ എന്നാണ്. അവർ നമ്മളൊപ്പം കമ്പനിയായിട്ട് എല്ലാം ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുപ്പ് കൂട്ടാനുള്ള കല്ലൊക്കെ റെഡിയാക്കാണ്. നമ്മുടെ പാചകത്തിന് തയ്യാറെടുപ്പുമായി മുസമ്മിലാണ് കപ്പയുമായി ഇനി വരുന്നത്. ഇതാളെത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സെറ്റാക്കി അടുപ്പിന് തീ കൊളുത്തുന്നത് എൻ്റെ ഫ്രണ്ട് ഷാനവാസാണ്. കപ്പയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി അതിലേക്ക് വേണ്ട ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ചമ്മന്തി നമ്മൾ റെഡിയാക്കുന്നുണ്ട്. കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ലൈറ്റാണ്. ഇതിൻ്റെ അകത്ത് കാന്താരി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായിട്ടാണ് കാന്താരിയും പച്ചമുളകും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തതാണ്. ഇതാ കാന്താരി. ഓക്കെ. കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇവരെ എന്തോ ഒരു സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്, മലപ്പുറം സ്പെഷ്യൽ. എന്താവുമെന്ന് എനിക്കറിയില്ല. നല്ല എരിവുണ്ട്. എനിക്ക് പണി തരുന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇക്ബാൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു പണി കൊടുത്ത പോലെയായി. ഒരു സർവീസ് സെൻ്ററിലെ കമ്പ്യൂട്ടർ സർവീസ് ചെയ്താളെ പിടിച്ചിട്ട് അടുപ്പിൽ കത്തിക്കാനാക്കിയിട്ടുള്ളത്. അതായത് ചെയ്ത് പഠിക്കണം. പുരുഷനും കുറച്ചൊക്കെ അടുക്കള കാര്യമൊക്കെ ശ്രദ്ധിക്കണമല്ലോ. ആൾ ബെസ്റ്റാണ്. ആൾ ചില്ലറക്കാരനല്ല. അത്യാവശ്യം പച്ചക്കറി ട്രിപ്പെല്ലാം പോകുമ്പോൾ ഭക്ഷണം പാകം ചെയ്തിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് ഇവനും പുലിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഐറ്റം വന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വായിലൊക്കെ വെള്ളം കുറേ തുടങ്ങിയിട്ടുണ്ട്. എന്താ പുകയൊക്കെ നല്ല ഷാർക്ക് വരുന്നുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കേട്ടോ. കുറച്ച് വെള്ളം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മളെ തോട്ടത്തിൽ വെച്ചിട്ട് തന്നെയാണ് പാചകം ചെയ്യുന്നത്.
നമ്മുടെ ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞങ്ങൾ വാഴയില എടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള ചമ്മന്തിയും ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. ഓക്കെ, കപ്പ നല്ല കാര്യമായിരുന്നു. ഇതാണ് നമ്മളെ സ്പെഷ്യല്. കർഷകൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കപ്പ കഴിച്ച് ഈ സാധനം ഒന്ന് അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഈ കപ്പക്ക് നമുക്കിങ്ങനെ എരിവുള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ലത്. കപ്പക്ക് പല കോമ്പിനേഷൻ ഉണ്ട്. കിഴങ്ങ്, ഇത് നമ്മളെ മീനുണ്ട്, ബീഫുണ്ട്, പന്നി കഴിക്കും, അതുപോലെ മുളകിട്ട മീൻ കറി കഴിക്കും. ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട്, നമുക്ക് അറിയാത്ത തന്നെ കുറേ ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. എന്തായാലും നല്ല എന്താ പറയുന്നതിന്, എന്താ നിങ്ങളെ ഭാഷയിൽ പറയാ? പൂളിയും ചമ്മന്തി. പൂളിയും ചമ്മന്തി അല്ലേ? മുളക് ചമ്മന്തി അതൊരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്ക് വീട്ടുന്നുണ്ട്. പക്ഷേ ഇവരെന്തോ ഒരു കൂട്ടിയിടത് ചേർത്തിട്ടുണ്ട്. എന്നോട് അങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞത് ഒട്ടമാതിരി ഉണ്ട്. അതെനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയുന്നവർ മലപ്പുറത്തുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്തോ ഒരു മിശ്രിതം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്നാക്കി ഇതുപോലെ ആവണമെന്നില്ല.